പ്ലീസ് ലോഡ് സഹോദരിമാരെ, നെവർ നെവർ ഗീവ് അപ്പ്. ബിക്കോസ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. എല്ലാവരും എന്നോടൊപ്പം വരിക. നമ്മൾ സഹോദരിമാർ ഭവനത്തിൽ നിങ്ങൾ ഗാർഡൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, വെജിറ്റബിൾ തോട്ടം ഉണ്ടായിരിക്കും, മനോഹരമായ ബുക്കുകളൊക്കെ എഴുതുന്നുണ്ടായിരിക്കും, പാട്ടുകൾ എഴുതുന്നുണ്ടായിരിക്കും, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ മുന്തിരിത്തോട്ടം വളരെ നോഹ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ നട്ടുണ്ടാക്കി നമ്മുടെ സന്തോഷത്തിൽ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴാണ് കാറ്റുകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങുന്നത്. ബിക്കോസ് ബോൺസായിക്ക് കാറ്റില്ല, പുറത്ത് നട്ടിരിക്കുന്ന ആ മാവിനകത്താണ് കാറ്റ് വരുന്നതും പൂച്ചി വരുന്നതും പറവ് വരുന്നതും അല്ല. സോ അതിനെ ബലത്തോടു കൂടി നിർത്തണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ലബാനനിലെ ആ വൃക്ഷം പോലെ ആ നിർത്തണമെങ്കിൽ ദൈവത്തിന് നമ്മളെ ഒന്ന് സ്ട്രോങ് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു സ്പെസിഫിക് പ്ലേസിൽ നടുന്നത്. കരിഞ്ജീരകത്തെ മെതിക്കുവാൻ മെതികണ്ടിയുടെ ആവശ്യമില്ല. ഇന്ന് നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ഹസ്ബൻഡ് വിശ്വാസത്തിലില്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും വിശ്വാസത്തിൽ പോകുന്നത്. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നു, നമുക്ക് ദർശനങ്ങൾ തരുന്നു, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നുവരെ ലഭിക്കാത്തൊരു സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുവാൻ നോക്കും, പുറകോട്ട് നമ്മുടെ ഹസ്ബൻഡ് വലിക്കും. ഇന്ന് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് 2 പേരെയും മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ മുന്നോട്ട് പോകും, അവർ പുറകോട്ട് വലിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകും, പിന്നെയും പുറകോട്ട് വലിക്കും. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൗ ടു ഓവർകം ദ പ്രോബ്ലംസ്, സിറ്റുവേഷൻസിനെ എങ്ങനെ നമുക്ക് ജോയ്ഫുൾ ആക്കിയെടുക്കാൻ പറ്റും. ബിക്കോസ് സഹോദരിമാർക്ക് തൈറോയിഡ് അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ്, സിക്നസ്, BP, ഷുഗർ, യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് എല്ലാം ഇത് വന്നുകൂടുന്നത് നമ്മുടെ ഡിപ്രഷനാണ്. ആരും നമുക്ക് പറഞ്ഞു തരാനില്ല, നമ്മൾ പറയുന്നത് ആരും കേൾക്കാനില്ല, നമ്മുടെ വിഷമങ്ങളിൽ ആരും നമ്മളെ വിളിച്ച് സന്തോഷിപ്പിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു ചായ ആരെങ്കിലും ഇട്ട് തന്നിരുന്നെങ്കിൽ, ചിലപ്പോൾ തോന്നും ആരുടെ അടുത്തും പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞായിരുന്നെങ്കിൽ. ഇതൊക്കെ അനുഭവത്തിലൂടെ റാണി സിസ്റ്റർ പോയിട്ടുള്ളതുകൊണ്ടാണ്, അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. സോ ഇന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഒരു ഇമാജിനേഷനിലൂടെ പോവുകയാണ്. നമ്മൾ വളരെ ശക്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ടോട്ടലി എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഭർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചാർച്ചക്കാർ എല്ലാവരും എഗെയിൻസ്റ്റ് ആയിരിക്കും നമുക്ക്. ഓക്കെ, ഈവൻ ദോ സഭക്കാർ നമുക്ക് എഗെയിൻസ്റ്റാന്ന് വെച്ചോ. സോ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കും, വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, വാട്ട് എവർ ദ റീസൺ, ചിലപ്പോൾ അവരുടെ രോഗം കൊണ്ടായിരിക്കും, നമുക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കും തോറും അവരുടെ മദ്യപാനമോ അല്ലെങ്കിൽ അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന ആവശ്യം കൂടിക്കൂടി വരുമായിരിക്കും. നമുക്ക് തോന്നും പ്രാർത്ഥന മതി അങ്ങ് നിർത്താം, കാരണം എത്ര പ്രാർത്ഥിച്ചു ഈ ദൈവവും കേൾക്കുന്നില്ല, ഈ മനുഷ്യനിലും ഒരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ കർത്താവ് എന്താ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത് നമ്മളെ ഒന്ന് ഉറപ്പിക്കാനാണ്. ഏത് സാഹചര്യത്തിലും ലബാനോനിലെ ആ വൃക്ഷം പോലെ ദേവദാരുവിനെ പോലെ നമ്മളെ ഉറപ്പിക്കാനാണ് കർത്താവിൻ്റെ പ്ലാന്. ഹല്ലേലൂയ! നിങ്ങളൊരു ദേവദാരുവാണ്. ദേവദാരുവിനെ ഉറപ്പിക്കണമെങ്കിൽ അത് വളരെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കൊണ്ടുപോകണം. അപ്പോഴാണ് ആ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ആ തുലികളൊക്കെ ഒന്ന് ഞെരുങ്ങുമ്പോഴാണ് അതിൻ്റെ അരോമ അവിടെ എല്ലാം സ്പ്രെഡാവുന്നത്. ഹല്ലേലൂയ! അതിനുവേണ്ടി ദൈവം ഒരു കാറ്റിനെ കൊണ്ടുവരും അരോമയെ കൊണ്ടുപോകാനായിട്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മളുടെ ജീവിതവുമായിട്ട് പറയുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഓവർകം ചെയ്യാനായിട്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിങ്ങളെ അടിക്കുന്നു, നിങ്ങളെ കരയിക്കുന്നു, നിങ്ങളെ ശകാരിക്കുന്നു, നിങ്ങൾ ഒത്തിരി പെർസിക്യൂഷൻ, നിങ്ങൾ അവരെ എഗെയിൻസ്റ്റായിട്ട് ഭർത്താവ് നിങ്ങൾക്കെതിരായിട്ടായിരിക്കും മുഴുവനും സംസാരിക്കുന്നത്, നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കുകയായിരിക്കും. പക്ഷേ അന്ന് രാത്രി നിങ്ങൾ തീരുമാനിക്കും, ഈ മനുഷ്യനോട് ഇനി മിണ്ടുന്നില്ല, ഈ മനുഷ്യൻ്റെ അടുത്ത് ഇനി സംസാരിക്കുന്നില്ല, ഇനി ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഞാൻ ഇനി മിണ്ടുന്നില്ല, എന്നെ വളർത്തുന്ന അവരെ വിളിച്ച് എല്ലാ കാര്യവും ഞാൻ പറയാൻ പോവുക. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നത്. രാത്രി മുഴുവനും നിങ്ങളെക്കുറിച്ച് എഗെയിൻസ്റ്റായിട്ടും നിങ്ങളെ പഴി പറയുകയും നിങ്ങളെ ശകാരിക്കുകയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അമ്മായിപ്പനും അല്ലെങ്കിൽ ഫാദറും മദറും നിങ്ങളുടെ ഹൗസ് മെയ്ഡോ അല്ലെങ്കിൽ വട്ടെവർ അവരെല്ലാവരും നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ കേട്ടാണ് നിങ്ങൾ വേദനയോടുകൂടിയായിരിക്കും കിടന്നുറങ്ങുന്നത്. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ! നിങ്ങൾ വേഗത്തിൽ ഓടി ആരോടും പറയാതെ നിങ്ങൾ പോയി എവിടെയാണോ നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് അവിടേക്ക് അല്പസമയം പോയിരിക്കുക.
അത് നിങ്ങളുടെ ഗാർഡൻ ആയിരിക്കാം, അത് നിങ്ങളുടെ ബാത്റൂം ആയിരിക്കാം, നിങ്ങളുടെ കിച്ചൺ ആയിരിക്കാം, നിങ്ങളുടെ പ്രെയർ റൂം ആയിരിക്കാം, നിങ്ങളുടെ എവിടെയാണോ അത് നടക്കാൻ പോകുമായിരിക്കാം. കുറച്ച് സമയം അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷ ലഭിക്കാത്തവർ ജസ്റ്റ് കണ്ണുകളെ അടച്ച് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം കർത്താവേ, നന്ദി പിതാവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ആ പറയാനാണ് ഭയങ്കര പാട്. അത് പറയാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് വിക്ടറി ഉണ്ട്. ആ ഒരു മൂമെൻറ്റിലേക്ക് വരാനാണ് പാട്. നിനക്ക് ആ വായി തുറന്ന ആ സിറ്റുവേഷനൊന്ന് പ്രാർത്ഥിക്കാനാണ് പാട്. ഐ ബ്രേക്ക് എവറി ചെയിൻസ് ആൻഡ് ബോണ്ടേജസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ സഹോദരിമാർ എഴുന്നേൽക്കും. ആ മേഖലയിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വിടുതൽ തന്നെ സ്തോത്രം. കാരണം ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, അവരും ബന്ധനത്തിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവില്ല. നമ്മളെപ്പോഴും പറയും, കർത്താവേ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു കർത്താവേ, എന്നിട്ടും ഈ മനുഷ്യന് മനസ്സിലാകുന്നില്ല, ഈ മനുഷ്യൻ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, എന്തുകൊണ്ട് ഹല്ലേലൂയ. ഒരിക്കൽ അപ്പോൾ വചനം ഇങ്ങനെയാണ്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ 13-ാം അധ്യായം ഹെബ്രൂസ് ചാപ്റ്റർ 13-ാം അധ്യായം 3-ാം വാക്യമാണ്, ഹെബ്രായ ലേഖനം 13-1. അപ്പോൾ നമ്മളും ഇതുപോലെ പണ്ട് ഈ കാരാഗ്രഹത്തിലിരുന്നവരാണ്. ഇന്ന് നമ്മൾ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിൽ അവരെ നമ്മൾ വിടുവിച്ചേ മതിയാവും. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ ഹസ്ബൻഡ് ഒരു ബന്ധനത്തിലായിരിക്കുന്നു, നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മളെ ദൈവം ആ ഒരു പൊസിഷനിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈശാനമൂലൻ കാറ്റ് വരും. പക്ഷേ ദേവദാരുവിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് അലഞ്ഞുള്ളിയുകയാണ് അത്. പക്ഷേ എവറിത്തിങ് ഈസ് പോസിബിൾ. ബിക്കോസ് ആരാണ് അതിനെ നട്ടതും വളർത്തുമാറാക്കുന്നതും? ദൈവമാണ്. ഹല്ലേലൂയ. അവർ നട്ടിട്ട് പോയി, വളർത്തുന്ന ദൈവമാണ് ആ വൃക്ഷത്തെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കണം. അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങ് കുഴയണം, ഇരിക്കണം, ഞെരുങ്ങണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നീ ഞെരുങ്ങണം അങ്ങോട്ട്. കാരണം ക്ഷമിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും അങ്ങ് സമ്മർദ്ദമാണ്. മറ്റുള്ളവരെ വിളിച്ച് പറയണം. ഹല്ലേലൂയ. നീ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നീ അകത്ത് വരണം, നീ മുട്ടുമടക്കണം, കരയണം, പറയണം, നിലവിളിക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ നിലവിളിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ സങ്കടം ബോധിപ്പിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിന് ഒരു കാര്യവും അസാധ്യമായില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. 2 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. നമ്മുടെ ഹസ്ബൻഡ് നമ്മളുടെ ഇടയിൽ ദീർഘകാലം ചിലപ്പോൾ യുദ്ധം നടന്നിരിക്കും. എന്നാൽ അവിടെ എന്നുള്ളിടത്താണ് നമ്മൾ കർത്താവിൻ്റെ മുഖം അവിടെ പ്രത്യക്ഷമാകുന്നത്. ആ ഗ്ലോറി ഇറങ്ങുമ്പോൾ, ആ പ്രത്യക്ഷത വരുമ്പോൾ, ആ കറക്റ്റ് സമയമാകുമ്പോൾ ആമേൻ നമ്മളുടെ പേര് പറയണം. റാണിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ പേര് സീമ, ആമേ അഞ്ജലി, ആമേ ദീപ, ആമേ സിനു, അല്ലെങ്കിൽ അനു, ചിന്നു, ആമേ രേഷ്മ, അല്ലെങ്കിൽ പ്രീമ, അല്ലെങ്കിൽ അഞ്ജലി, ആശലി, എവിടെയൊക്കെയാണോ സിന്ധു, ബിന്ദു, എല്ലാവരുടെയും പേര് പറഞ്ഞോ. ഞങ്ങൾ ബലം കൂടിയും ആമേ ഞങ്ങളുടെ ശത്രുവിൻ്റെ ബലം ക്ഷയിച്ചും വന്നു എന്ന്. ഹല്ലേലൂയ. എത്ര മനോഹരമാണിത്, എത്ര മനോഹരമാണ്. പക്ഷേ ദീർഘകാലം എന്നുള്ളത് നമ്മൾ മറന്നു പോകും. ദീർഘകാലം എന്ന് പറയുമ്പോൾ അത്രയും പേരങ്ങ് ഉറയ്ക്കുക ദേവദാരുവിൻ്റെ. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്ത് ആത്മാവിൽ ആരാധിച്ചാട്ടെ. നെവർ ഗീവ് അപ്പ്. സഹോദരിമാരെ, നെവർ ഗീവ് അപ്പ്. നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശത്രു വന്ന് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടോട്ടും ഓടരുത്. അവനിൽ തന്നെ ആശ്രയിക്കണം. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14 പറഞ്ഞു, അവനിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ദാവീദ് യഹോവയോട് പറയണേ, ഞാൻ ഫിലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫിലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയും, അവൻ അറിവില്ലായ്മ ചെയ്യുന്നതാണ്. അവർ കാരാഗ്രഹത്തിലിരിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, അവൻ്റെ തലയിൽ തീക്കനൽ കോരിയിടുന്നത് പോലെയാവും. റോമാലേഖനത്തിൽ പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കുക. എത്ര പേര്, എന്നിട്ടേ ബാക്കി ഞാൻ പറയുന്നത്, എത്ര പേര് തീരുമാനമെടുക്കുവാൻ വിശ്വസ്തനായ ദൈവത്തിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു? നിങ്ങളുടെ ഭർത്താവിനെ കർത്താവ് മടക്കിക്കൊണ്ടുവരും നിശ്ചയമേ. നമ്മൾ ദേവദാരുവിൻ്റെ ആ വേര് ഉറച്ചു കഴിയുമ്പോഴേ അത് കൊണ്ടുവരത്തുള്ളൂ. ഹല്ലേലൂയ. ഉറച്ചുകൊണ്ടിരിക്കുകയാണ്, പാനിക് ആകാതെ, നെവർ ഗീവ് അപ്പ്. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ
19 വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുപ്പ, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഹല്ലേലൂയ! എത്ര മനോഹരമായ വാക്കാണ്. തിന്മയെ തോൽക്കരുത്. തോൽക്കാനല്ല ദൈവമക്കളെ വിളിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ ലോകത്തെ ജയിച്ചു നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ തീരുമാനത്തിലാണ് വിടുതലിരിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് വെളിപ്പെടും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, യെസ്, നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. സൂസൻ സിസ്റ്റർ, അമ്മേ മെർലിൻ, മേഴ്സി, അമ്മേ അഞ്ജലി, ഹല്ലേലൂയ, കൃപ, ഓ സൂസി, നിങ്ങളോടാണ് പറഞ്ഞത്. ലില്ലി, അമ്മേ മഞ്ജു, അമ്മേ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ഓ റാബാലബ ശംദ്രേ, പ്രവീണ, നിങ്ങളോടാണ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ബിന്ദു, അനു, നെവർ ഗിവ് അപ്പ്. മിനു, നെവർ ഗിവ് അപ്പ്. ഹല്ലേലൂയ. രേഷ്മ, നെവർ ഗിവ് അപ്പ്. റാണി, നെവർ ഗിവ് അപ്പ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ഹിമ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, അമ്മേ സോണി, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, അമ്മേ ഹോ ഹലബ ശബഹത്തുലേ, ഹല്ലേലൂയ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവം അവിടെ നമുക്ക് ശക്തി പകരും. ആ ജോയ് ഉണ്ടല്ലോ, ട്രിബുലേഷനിലൂടെ പോകുമ്പോൾ, ആ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ലഭിക്കുന്ന ആ ജോയ്, നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് ആ ജോയ് നമ്മളിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലൂടെ വൈബ്രേഷൻ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഓടിപ്പോയി കുക്ക് ചെയ്യും. ഇത്രയും നാൾ ഉണ്ടാക്കാത്തതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യും. കുക്കിംഗ് ചെയ്യുമ്പോൾ അവരങ്ങ് ലജ്ജിച്ച് പോകും. അയ്യോ, ഞാൻ രാത്രിയിൽ ഇവളെ ഇത്രയും വേദനിപ്പിച്ചു, ഇത്രയും പരിഹസിച്ചു, ഇത്രയും കളിയാക്കി. അപ്പോഴാണ് അവരറിയുന്നത് നീ ഒരു തുറന്ന വേദപുസ്തകമാണെന്ന്. ഹല്ലേലൂയ. നിന്നിൽ ആരാണ് വ്യാപരിക്കുന്നത് അപ്പോഴാണ് അവരറിയുന്നത്. ദൈവം ഈ ഒരു അവസരം നമ്മൾ ഇരുവായ്ത്തലയാണ്, രണ്ട് ഭാഗത്തും പ്രവർത്തിക്കുകയാണ്. നമ്മളിലൂടെ പ്രവർത്തിച്ച് നമ്മളുടെയിലൂടെ കർത്താവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ശദ്രക്, മേശക്, അബേദ്നെഗോയിലൂടെ കാണിച്ചതുപോലെ. ഹല്ലേലൂയ. നമ്മളപ്പോൾ ഗ്ലോറി നമ്മളിലൂടെ വ്യാപരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ റൂട്ട് പിന്നെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും. അത് പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. രണ്ട് ഗ്രഹവും ഫൈറ്റിംഗ് ആണ്. പക്ഷെ നമ്മൾ റൂട്ട് ഉറച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുന്നവർ നമ്മൾ അവൾ ക്ഷമിച്ചു, അവൾ കൊച്ചായി, അവൾ താഴ്ന്നു പോയി, അവൾ എന്നെ പേടിച്ചു എന്നൊക്കെ അവർ വിചാരിക്കും. നെവർ ഗീവ് അപ്പ്. നിൻ്റെ റൂട്ട് താഴേക്ക് പോകുന്നത് നീ കാണണം. ദേവദാരുവാണ് നീ ദേവദാരുവാണ്. ലബാനൂനിലെ ദേവദാരുവാണ് നീ സൗരഭ്യവാസനയുള്ളതാണ്. എങ്ങനെയാണ് കർത്താപ്പച്ചൻ്റെ സൗരഭ്യവാസന, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നിന്നിലൂടെ വ്യാപരിക്കുന്നത്? ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒത്തിരി പ്രവൃത്തി അവിടെ ചെയ്യണം. നമ്മൾ ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, നമ്മുടെ ജഡത്തെ ജയിച്ചു, നമ്മുടെ മനസ്സിനെ ജയിച്ചു, നമ്മുടെ മുമ്പിൽ നിന്ന് കുന്നിനെയും സമഭൂമിയാക്കി. ഹല്ലേലൂയ. അപ്പോഴാണ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടന്നു എന്ന് പറയാൻ പറ്റുന്നതാണ്. അതാണ് സാക്ഷ്യവചനം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിനാലും വചനത്തിൽ ജയിച്ച മക്കളാണ് ഈ നിൽക്കുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. ഓ റാബാലബ ശംദ്രേ, ഹല്ലേലൂയ. ഓ ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ ദൈവസഭ പണിയപ്പെടും. നമ്മളൊരു സഹോദരി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഓവർകം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. ഇല്ല എങ്കിൽ എന്തൊക്കെ പെർസിക്യൂഷൻസ് നമ്മുടെ കുടുംബത്തിലുണ്ടാവും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പിറ്റേ നമ്മൾ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ 10 പേരെ വിളിച്ചു പറയുന്നു, നമുക്ക് രോഗിയായിത്തീരുന്നു, നമ്മൾ കിടക്കുന്നു, സന്തോഷമില്ല, പുള്ളിക്ക് ജോലി എന്ന് പറയുന്നത് പോലെ. ഹല്ലേലൂയ. നമ്മളെ അങ്ങ് വേദനിപ്പിച്ച് നമ്മളെ അങ്ങ് ചെളിയിലേക്കും കുണ്ടറയിലേക്കും കൊണ്ടുപോകുവാൻ. നെവർ ഗീവ് അപ്പ് സഹോദരി, നെവർ ഗീവ് അപ്പ്. നിങ്ങൾ ഒരു വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിക്കൊരു ഉപ്പാണ്. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയതിനെക്കുറിച്ചല്ല കർത്താവ് നോക്കുന്നത്. പുതിയൊരു തീരുമാനമെടുത്താട്ടെ സഹോദരി. നമ്മുടെ കുടുംബത്തെ പണിയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൾ ബലവും മഹിമയും അവൾ ധരിച്ചിരിക്കുന്നു. അവളുടെ മക്കൾ അവളെ ഭാഗ്യവതിയെന്ന് പ്രശംസിക്കുന്നു. അവളുടെ ഭർത്താവും അവളെ ഭാഗ്യവതിയെന്ന് പുകഴ്ത്തും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും വരും. അവളുടെ നാവിൽ ദയുള്ള ഉപദേശമുണ്ട്. അവളുടെ അധരങ്ങളിൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. ജ്ഞാനത്തോടുകൂടി അവൾ പ്രസ്താവിക്കും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അല്പസമയം നമ്മൾ ഈ ക്ലാരിറ്റിയിലേക്കൊന്ന് നിന്നു കൊടുക്കണം. നമ്മളെ ഉടയുവാനായി നിന്നു കൊടുക്കണം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടം, എന്തുകൊണ്ട് ഈ പ്രയാസം? എല്ലാവരെയും കരിഞ്ചീരത്തെ മെതിക്കാൻ മെതിവണ്ടിയുടെ ആവശ്യമില്ല. നമ്മളെയാണ് പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ആരും നമ്മളെ സഹായിക്കത്തില്ല. പ്രപഞ്ചവും ആരും നമ്മളെ സഹായിക്കുന്നില്ല. എല്ലാവരും ഹെൽപ്ലെസ് ആവും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നീ നിന്നു കൊടുക്കുമ്പോൾ മാറേ മധുരമാക്കും. അപ്പോഴേ മുമ്പിലോട്ടുള്ള വഴികൾ ടപ്പ് 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 ഓപ്പൺ ആവും. ആത്മാവിൽ നിനക്ക് കാണാൻ പറ്റും.
അല്ല, ഇന്ന് നീ സന്തോഷിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ആ ജോയ് നിൻ്റെ ഉള്ളത്തിലേക്ക് വരാൻ സാധിക്കും. ആ റിസൾട്ട് വന്നില്ലായിരിക്കാം, നീ പ്രാർത്ഥിക്കുന്തോറും എഗെയിൻസ്റ്റ് ആയിരിക്കാം വരുന്നത്, പക്ഷേ നിൻ്റെ റൂട്ട് താഴേക്ക് ഉറച്ചുറച്ചുറച്ചു പോവുകയാണ്. അപ്പോഴാണ് ഈ ദേവദാരു നല്ലതായിട്ട് വളർന്നു. ഒരു ദിവസം എല്ലാവരും കാണും, ഒരു ദിവസം ഈ ആരോമ സ്പ്രെഡാവും. അന്ന് എല്ലാവരും തേനീച്ച പോലെ ദബോറ എഴുന്നേറ്റപ്പോഴേ, ആ തേനീച്ചയാണ് ദബോറ. ഹല്ലേലൂയ. അതെങ്ങനെയാണ് തേനീച്ചയ്ക്ക് ഈ തേൻ വരുന്നത്? ഇറ്റ്സ് എ എഫേർട്ട്, ഇറ്റ്സ് എ ഹാർഡ് വർക്ക്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവരെയും ഇവരെയും വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഈ വിളികളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ആത്മീയമായി ഉണരുവാനായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു? നെവർ ഗീവ് അപ്പ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടി കിടക്കും. റോമാലേഖനം 14:17 വാക്യം ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു. ഹല്ലേലൂയ. 16 നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർദ്ധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ഹല്ലേലൂയ. റീബാലഹം ദുരേ റീഖുന്ദ്രമ ശഹത്തുല ദലത്തുർത്തീരമന ശഖറവറബ ശംദ്രേ റീബഹത്തുലേ ദറദാനമന ശംദ്രേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ ഹൃദയത്തിലുള്ള കുന്നുകൾ സമഭൂമിയാകട്ടെ, കല്ലുകൾ മാറിപ്പോകട്ടെ, പരാജയങ്ങൾ മാറിപ്പോകട്ടെ. അവർക്ക് ബലം നൽകുന്ന ദൈവത്തിനായി സ്തോത്രം. അവർ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞലും. എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കിടക്കും. ജീവനുള്ളവരുടെ ദേശത്തിൻ്റെ സഹോദരിമാരെ യഹോവയുടെ നന്മയെ കണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആമേ. അവർ വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ നിൽക്കുമ്പോഴേ മുന്നോട്ട് പോകുവാൻ, വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ അവരെ ബലപ്പെടുത്തിയ കൃപയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വൻ കാര്യം ചെയ്തിരിക്കാൻ സ്തോത്രം. നെവർ നെവർ ഗിവ് അപ്പ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. മക്കളെ, നമ്മളൊരു പരാജയമല്ല, നമ്മളൊരു ജയമാണ്. God bless you. Have a blessed day. നമ്മുടെ ഫോൺ നമ്പർ 0097155707931. നിങ്ങളുടെ ആത്മീയമായ യാത്രയ്ക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ, ആത്മീയമായ പ്രചോദനത്തിന്, ബിക്കോസ് ലൂക്ക് 22:32 ആണ് എൻ്റെ മിനിസ്ട്രി. അതിനനുസരിച്ച് നിങ്ങളെ എനിക്ക് ബലപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ മിഡ് നൈറ്റ് പ്രെയർ എവറി മിഡ് നൈറ്റ് 12 o'clock നമ്മുടെ മിഡ് നൈറ്റ് പ്രെയറിൽ ജോയിൻ വിത്ത് മീ. ഇന്ത്യൻ ടൈം 12 o'clock. ആമേൻ. ജീസസ് ഈസ് ഗോഡ് ലൈവ് ചാനൽ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ 2 മീറ്റിംഗ്സ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്, അത് 15നും 20നുമാണ് ഓഗസ്റ്റ്. ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ UAE എവറി സാറ്റർഡേ 4:30 to 7 o'clock നമ്മുടെ UAE നടക്കുന്ന മീറ്റിങ്ങിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അൽനാദ 2 നടക്കുന്നത് എവറി സാറ്റർഡേ ഈവനിങ്. ആമേൻ. സോ നെവർ നെവർ ഗീവ് അപ്പ്. നിങ്ങളൊരു വെളിച്ചമാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ലവ് യു. നെവർ ഗീവ് അപ്പ്. ആമേൻ. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ.